സ്വാഗതം ഇൻസൈഡ് ബൈറ്റ്സിലേക്ക്. ബീഹാറിൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസും RJDയും. സർവേ ഫലം NDAക്ക് അനുകൂലമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഫലം നേരെ തിരിയാനാണ് സാധ്യത. ഇന്നലെ നടന്ന കൊട്ടിക്കലാശത്തിൽ കോൺഗ്രസും BJPയും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. നിതീഷ് കുമാറിന്റെ ഭരണത്തിൽ മടുത്ത ജനങ്ങൾ തേജസ്വി യാദവിനെ അധികാരത്തിലേറ്റുമെന്നാണ് പരക്കെയുള്ള നിരീക്ഷണം. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളുടെ വോട്ടും തൊഴിൽ രഹിതരുടെ വോട്ടും കോൺഗ്രസിന് ലഭിച്ചേക്കും. അവസാനഘട്ട പ്രചരണത്തിൽ സ്ത്രീകൾക്ക് 3000 രൂപയും തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരവും തേജസ്വി യാദവ് പ്രഖ്യാപിച്ചിരുന്നു. ഇത് RJDക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ബീഹാറിൽ ക്യാമ്പ് ചെയ്താണ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത്. രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പായതിനാൽ വളരെ ശ്രദ്ധയോടെയുള്ള പരിപാടികളാണ് കോൺഗ്രസ് നേതൃത്വം ആസൂത്രണം ചെയ്തത്. താഴെത്തട്ടിലുള്ള ജനങ്ങളുമായി സംവദിച്ചാണ് രാഹുൽ ഗാന്ധി പ്രചരണത്തിന് നേതൃത്വം വഹിച്ചത്. ഇതെല്ലാം NDAക്ക് തിരിച്ചടിയായിട്ടുണ്ട്. അമിത് ഷായും JP നദ്ദയും നരേന്ദ്രമോദിയും ബീഹാറിൽ പ്രചരണത്തിനിറങ്ങിയിരുന്നു. ഏതായാലും നാളത്തെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിലാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. കോൺഗ്രസും RJDയും ഏറെ ആത്മവിശ്വാസത്തിലാണ് നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോകുക. കൂടുതൽ പൊളിറ്റിക്കൽ വീഡിയോകൾക്കായി ഇൻസൈഡ് ബൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യുക.